ഹലോ, ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ള ടോപ്പിൽ എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. ആദ്യം തന്നെ എത്രത്തോളം സ്ഥലത്ത് നമുക്ക് ഇതുപോലെ ഡിസൈൻ വേണോ അതിനനുസരിച്ചിട്ട് ലൈൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതേപോലെ കുറച്ചധികം ഡോട്ട്സ് ആ ഒരു ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ എംബ്രോയ്ഡറിയുടെ ത്രെഡും സൂചി എടുത്തിട്ട് ഇതേപോലെ നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഈ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ വൈറ്റ് കളർ ബീഡ്സ് ഞാൻ ഇതുപോലെ ഒന്ന് പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിന് മാച്ച് ആയിട്ട് ഏത് കളറുള്ള ബീഡ്സോ അല്ലെങ്കിൽ ത്രെഡോ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് വീണ്ടും ഞാൻ ഗ്രീൻ കളറിൽ ഇതേപോലെ ഫ്രഞ്ച് നോട്ട് തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. എളുപ്പത്തിൽ ആർക്കും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണിത്. കുട്ടികൾക്ക് ആയാൽ പോലും എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഇഷ്ടമുള്ള മാച്ചിങ് ആയിട്ടുള്ള കളർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എവിടെയൊക്കെ വേണം അതിനനുസരിച്ച് ഇതുപോലെ ഫ്രഞ്ച് നോട്ടും അതേപോലെ തന്നെ ബീഡ്സ് ഒക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുള്ളാന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്.